ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഏയ്, എന്താ ഒരു മൂഡ് ഓഫ്? ഏയ് ഒന്നുമില്ല. എന്തായാലും എന്നോട് പറ. നിന്റെ മനസ്സിന്റെ ഭാരം കുറച്ച് കുറയല്ലോ. അത് വലിയൊരു കഥയാ. ഞങ്ങൾ 4 പേരടങ്ങുന്നതായിരുന്നു എൻ്റെ കുടുംബം. എത്രയായി? 50 രൂപ. ശരി കേട്ടോ. ആ ചേച്ചി, ആ ഞാനവിടെ ഡ്രസ്സ് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഓ ആയിക്കോട്ടെ, വൈകുന്നേരം വരുമ്പോൾ വാങ്ങാം. ശരി ചേച്ചി. മോനോ? ഒന്ന് നിന്നേ. ഏതാടി ഇവൻ? വഴി മാറടാ. എന്താടി, നമ്മളിന്നൊരു മൈൻഡില്ലല്ലോ. കൈയെടുക്കടാ. ഇവളെ പിടിച്ചപ്പോ നിനക്കെന്താടാ ഒരു ഇളക്കം? വഴി പോണ പെൺകുട്ടികളൊക്കെ പിടിച്ചു ശല്യം ചെയ്യലാടാ നിന്റെ പണി. ഇങ്ങോട്ട് പോരും മോളെ. ഡേ, നിന്നെ ഞാൻ എടുത്തോളാം. പോടാ മോളെ, അവനുമായിട്ടൊന്നും വഴക്കിന് പോകണ്ട. അവൻ പരിണിജോണിന്റെ അനിയന്. എന്താടാ മോത്ത്? ഒന്നുമില്ല ചായ. ആരടിച്ചതാടാ? നീ ആരായിട്ട് തല്ലുണ്ടാക്കിയത്? പറയടാ, അവൻ ആരായിട്ട് തല്ലുണ്ടാക്കിയത്? ഈ ചായ തലല്ലേ, ഞാൻ പറയാം. ആ അമ്പലത്തിലെ ബാമ, അവളുടെ കയ്യിലാണ് സന്നിധാനം കിട്ടിയത്. എവിടെ? നമ്മൾ ആരാണെന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തിട്ട് വേണം. ശരി ചായ. നാണമില്ലടാ നിനക്കൊരു പെണ്ണിന്റെ അടി വാങ്ങിച്ചോണ്ട് നിൽക്കാൻ? ഒരു പെണ്ണടിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം കാണൂല ചായ. വാടാ, കേറ്. അത് നീയല്ല തീരുമാനിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കാൻ ഞാനുണ്ട് ഇവിടെ. അയ്യോ, നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ ആരാന്നോ? നീയൊക്കെ എന്താ മനസ്സിലാക്കിയത്? തള്ളേ, മോളോട് അടങ്ങി ഒതുങ്ങി ജീവിച്ചോളം പറഞ്ഞോ. പറഞ്ഞത് മനസ്സിലായോ? മോൾക്ക് ഇതേ ഗതി ഉണ്ടാവും. ഞങ്ങൾ അവൾക്ക് തികച്ചറിയില്ല. എവിടെ പോയി തള്ളേ നിന്റെ മോള്? അയ്യോ ഏട്ടാ, അയ്യോ അയ്യോ ഏട്ടാ, ഏട്ടാ അയ്യോ അയ്യോ. വാടാ. ഇതാ പരിണിജോണിന്റെ ആൾക്കാർ ചെയ്താ മോളെ. എന്തത് വെള്ളരിക്ക പട്ടണോ? ഇതിങ്ങനെ വിട്ടാ ശരിയാവൂല. നീ ഒന്നിനും പോകണ്ട മോളെ.
എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അമ്മേ ശരിയാവുക? നമ്മുടെ നിയമങ്ങളൊക്കെ അല്ലേ? നമ്മളെ പോലുള്ള പാവങ്ങള് എവിടെ പോയാലും ഒരു നീതി കിട്ടിയല്ല മോളെ. ആര് പറഞ്ഞു നിയമത്തിന്റെ മുന്നിൽ പാവങ്ങള് പണക്കാരെന്നൊന്നും ഇല്ല അമ്മേ? മോള് പറഞ്ഞത് ശരിയാ, എന്നാലും അത് വേണ്ട മോളെ. എടാ നമ്മുടെ ബാബു അല്ലേ അവിടെ ഇരിക്കണം? എന്തു പറ്റിയവന്? അതെ. എന്താടാ ബാബു എന്തേ? എന്താ പ്രശ്നം? എന്താടാ പറ. പരുന്ത് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. എന്താ കാര്യം? മൂത്ത പെങ്ങളെ കല്യാണത്തിന് കടമായിട്ട്. ബിന്ദു ചേച്ചരാ? അതേടാ, കുറച്ച് കാശ് കടം വാങ്ങിയിരുന്നു. അവധി കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടും കൊടുക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഇളയ പെങ്ങളടുത്ത് വന്ന് അപമര്യാദയായി പെരുമാറി. ഇനി ഞാൻ എന്താടാ ചെയ്യുക? ബാബു നീ വിഷമിക്കണ്ടടാ, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. അതേടാ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞങ്ങളില്ല കൂടെ. ബാബു എന്നാ ഞങ്ങൾ പോവാ. വിനുവേ, ഹായ്, എന്താടാ? കൊറേ കാലമായല്ലോ കണ്ടിട്ട്. എവിടെയായിരുന്നു? കുറച്ചു ദിവസമായിട്ട് ഓരോ ചുറ്റുപാടിലായിരുന്നു. നിന്റെ ചുറ്റുപാടെന്താണെന്ന് എനിക്കറിയാം. വെള്ളടിച്ച് കറങ്ങിടക്കലല്ലേ? അതൊന്നും അല്ലടാ. അതോ ആ പെണ്ണിന്റെ അടുത്ത് അടി കിട്ടിട്ട് ഒതുങ്ങിയോ? നീ എന്താണ് എന്നെ പറ്റി വിചാരിച്ചത്? ഞാനത് മറന്നെന്നോ? ഞാൻ ആരാണെന്ന് അവളെ കാണിച്ചു കൊടുക്കാം. എന്താടാ പറഞ്ഞത്? കാശില്ലെന്നു? ഇങ്ങനല്ലല്ലോ നീ ആദ്യം പറഞ്ഞത്. ജോൺ ചേട്ടാ, ഞാൻ വൈകാതെ തരാം. എന്റെ കാശ് വാങ്ങിച്ചിട്ട് സൂചിച്ചിരിക്കാനായിട്ടാ. ജോണേ, എന്തിനാ പാവങ്ങളെ തല്ലണം? ബുദ്ധി ചോദിക്കാൻ നീ ആരടാ? മേലാൽ കാശിന്റെ കാര്യം പറഞ്ഞ് ഇനി അവനെ തല്ലിയ നിനക്ക് തരാനുള്ളത് 2 ദിവസം കൊണ്ട് ഞാൻ വീട്ടും. കാശ് പറഞ്ഞത് കേട്ടല്ലോ. ഇവിടെ നിന്ന് ആള് കളിക്കാൻ സ്ഥലം വിട്ടാണോ? ചായ, ആ ബാബുന്റെ പൈസ പലിശ അടക്കാൻ മറ്റവൻ തന്ന്. ആരടാ അവനൊക്കെ പൈസ കൊടുത്ത് തയ്ക്കാനുള്ളത്? ആ കാശി. ആ അങ്ങാടിയിൽ എനിക്ക് വിലയിടാൻ ഒരുത്തനും പാടില്ല. എന്റെ മുന്നിൽ തല ഉയർത്തുന്നവരെ വെച്ചേക്കരുത്, അതാരായാലും. എനിക്കെതിരെ തിരിയുന്നവരെ വെറുതെ വിടില്ല ഞാൻ. ഡേവിഡ്, കാലങ്ങളായി ഞാൻ ഉണ്ടാക്കിയെടുത്ത വില ഒറ്റ ദിവസം കൊണ്ട് അവൻ ഇല്ലാതാക്കിയത്. ഞാൻ ആരാണെന്ന് അവന് കാണിച്ചു കൊടുക്കണം. അതെ അച്ഛയ, അവനെ വെറുതെ വിടരുത്. വാ മോനെ. മാമ. ആ, ഞാനിപ്പോൾ വരാം. എവിടെ പോയതാ? 2 ദിവസമായല്ലോ കണ്ടിട്ട്. ഞാനിവിടെയൊക്കെ ഉണ്ട്, നിന്നെയല്ലേ കാണാത്തത്. എന്തൊക്കെയുണ്ട് മാമ വിശേഷം? ഓ, എനിക്കെന്ത് വിശേഷം? നിനക്കല്ലേ വിശേഷം. നീയല്ലേ ഇപ്പോൾ ഇവിടുത്തെ താരം. എൻ്റെ കണ്ണി തെറ്റ് കണ്ടാൽ ഞാൻ പ്രതികരിക്കും. ആരായാലും പ്രതികരിക്കും. നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെ. എന്തോ ഞാൻ ഇങ്ങനെ ആയിപ്പോയി. എന്താ മാമ, കാന്താരി ഭയങ്കര ഗൗരവത്തിലാണല്ലോ.
മിണ്ടാതിരിക്കടാ, അവള് കേൾക്കും. അവള് കേൾക്കട്ടാ, അവളുടെ സ്വഭാവം അതാ. മാമ വരുന്നുണ്ടോ? എനിക്ക് നേരം വൈകുന്നു. ഇതാ കലുതുള്ളി നിൽക്കുന്നു, ചെല്ലേ. എന്നാ ശരിയേ. എന്താടാ? ഞാനിത് എത്ര കണ്ടതാ. നടക്കട്ടെ നടക്കട്ടെ. നീ വേണ്ടാത്തൊന്നും ആലോചിച്ച് തല പുണ്ണാക്കണ്ട. ഡാടാ, ഇതാ അവള് വരുന്നു. കർത്താവ് എന്റെ കൂടെടാ. തേടിയ വള്ളി കാലിൽ ചുറ്റി. ഇപ്പൊ വരാ. അങ്ങനെ അങ്ങ് പോയാലോ? നമ്മളെ പോലെ ചെറിയൊരു കണക്കുണ്ടല്ലോ. മാറടാണ്ടേ. വിടറാവളെ. പെണ്ണുങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കലടാ നീ. എന്തെങ്കിലും പറ്റിയോടി? മോനെ, നീ ഇന്നലെ തക്ക സമയത്ത് അവിടെ വന്നതുകൊണ്ട് എൻ്റെ മോളെ രക്ഷിക്കാനായി. എന്ത് ചെയ്യാനാ മാമ, ഓരോരുത്തരുടെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയില്ലേ. ആ ശരി ശരി. വിടില്ല ഞാൻ അവനെ. എന്റെ സണ്ണിക്ക് നൊന്നതുപോലെ അവനും നോക്കണം. ചായ, അവന്മാർ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അവന്മാരെ പറ്റി ഞാൻ അന്വേഷിച്ചു. എന്നിട്ട് നമ്മളപ്പോ ആർക്കൊരു വിലയല്ലേ ചായ? ജോണിന്റെ ചിറക് വെട്ടാൻ ഒരുത്തനും വളർന്നിട്ടില്ല. അവനെ എനിക്കൊന്ന് കാണണം. എന്താ മാമ പറയാനുണ്ടെന്ന് പറഞ്ഞ? നിന്റെ കെട്ടൊക്കെ ഇറങ്ങിയോ? ഏയ്, ഒരു ലേശം. ലേശം? അത് ഇന്നലെ ഞാൻ കണ്ടതാ. നീ ഇങ്ങനെ പോക്കിരിയായി നടന്നാൽ മതിയോ? നിനക്കും വേണ്ടേ ഒരു കുടുംബജീവിതമൊക്കെ? എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരും അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന മാമനുമാണ്. പിന്നെ എന്നെയൊക്കെ ആര് സ്നേഹിക്കാനാ? അതൊക്കെയുണ്ട്. എൻ്റെ അനിയത്തിയുടെ മകൾ ഫാമ. അവളെ എനിക്ക് നിന്നെ ഏൽപ്പിക്കണം. നിനക്കറിയോ മോനെ, കുഞ്ഞുനാളിലെ അവളുടെ അച്ഛൻ മരിച്ചു. വളരെ കഷ്ടപ്പെട്ടാണ് അവൾ ജീവിച്ചത്. എടാ, നിനക്ക് അവൾക്കൊരു ജീവിതം കൊടുത്തുകൂടെ? ഏയ്, അതൊന്നും ശരിയാവില്ല. അവൾക്ക് എന്നെ കാണുന്നത് തന്നെ കലിപ്പാ. നീ ഒന്നും പറയണ്ട, ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി. ചിലതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ ഏട്ടാ കാര്യം? ഫാമയുടെ കാര്യമാണ്. അവളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണ്ടേ? ഏട്ടൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരുമല്ല, നമ്മുടെ കാശിയാ. അവനോ? അതെ, അവൻ തന്നെ. അവനെന്താ കുഴപ്പം? അവൻ നല്ല പയ്യനാ. അവൾക്ക് സമ്മതാവോ ആവോ? അവളെ ഞാൻ പറഞ്ഞു സമ്മതിപ്പിച്ചോളാം. അവളെ എവിടെ? അവളെ ഇങ്ങോട്ട് വിളിക്ക്. മോളെ ബാമേ, ഇവിടെ വാ. എന്താ അമ്മേ? നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്കറിയില്ലേ? ആ പരുന്നിഞ്ചോണും കൂട്ടുകാരും നീ എന്തെല്ലാം കാട്ടിക്കൂട്ടെന്ന് അറിയില്ല. അമ്മയ്ക്കാണ് തീരെ വയ്യാത്തതും. എന്താ മാമ, കാര്യം പറ. വേറൊന്നുമല്ല, നിന്റെ കല്യാണ കാര്യം തന്നെ. കാശിനെ കൊണ്ട് നിന്റെ കൈ പിടിച്ച് ഏൽപ്പിക്കണം. മാമ. അതേ മോളെ, നീ അവൻ്റെ കയ്യിൽ സുരക്ഷിതയായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ, അവനൊരു അനാഥനായി വളർന്നതുകൊണ്ടാണ്. എനിക്കറിയാം ചെറുപ്പം മുതലേ അവനെ. നീ ഇത് വേണ്ടാന്ന് പറയരുത്. അതേ മോളെ, ഈ അമ്മയെ ഓർത്തെങ്കിലും നീ സമ്മതിക്കണം. നിങ്ങളെന്താ വെച്ചാൽ തീരുമാനിക്കേ, നിങ്ങളെ ഇഷ്ടം. എന്തിനാണ് മാമ വിളിപ്പിച്ചേ? അതാ കാന്താരയുടെ കല്യാണ കാര്യം പറയാൻ വേണ്ടിയാടാ. അതെന്തിനാ നിന്നോട് പറയുന്നേ? അത് അവളെ ഞാൻ കെട്ടണമെന്ന് പറയാൻ വേണ്ടി വിളിപ്പിച്ചതാണ്. അമ്പടാ, കോൾ അടിച്ചല്ലോ. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? ഏയ്, അതൊന്നും ശരിയാവില്ലടാ. ഓർമ്മ വെച്ച കാലം മുതൽ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന മാമന. വിശന്ന് പലരുടെ മുമ്പ് കൈനീട്ടിയപ്പോഴും ആട്ടി ഓടിച്ചിട്ടേ ഉള്ളൂ എല്ലാവരും. പിന്നെ ആ മനുഷ്യനാണ് എനിക്ക് ആഹാരം മേടിച്ചു തന്നത്. അതുകൊണ്ട് ആ മനുഷ്യൻ എന്ത് പറഞ്ഞാലും എനിക്ക് എതിർക്കാൻ പറ്റില്ല. അപ്പം നിനക്ക് അവളെ ഇഷ്ടമല്ലേ? അതല്ലടാ, അവൾക്ക് എന്നെ ഇഷ്ടമാണോന്ന് അറിയില്ലല്ലോ. അത് നിനക്ക് അവളോട് ചോദിച്ചൂടെ? ദേടാ, അവള് വരുന്നു. നീ ഒന്ന് ചോദിച്ചു നോക്ക്. തല്ലാനല്ല പോകുന്നേ, അവളോട് ഇഷ്ടം പറയാനാ. ബാമേ, ഒന്ന് നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേണ്ട, കാര്യം ഞാൻ പറയാം. എന്നാ ഒന്ന് പറഞ്ഞേ, ഞാൻ പറയാൻ വന്നത് എന്താന്ന്. എനിക്ക് സമ്മതമാണ്. ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞേ. എനിക്ക് കല്യാണം കഴിക്കാൻ സമ്മതമാണ്.
എന്താടാ പറഞ്ഞേ? അവള് സമ്മതിച്ചു. ആ ചെലവുണ്ട് മോനെ, ചെലവുണ്ട്. നിക്കടെ അവിടെ. എവിടെ? ഭാമ ആരാടി നിനക്ക് ചോദിക്കാനുള്ളത്? എവിടെയാടി നിന്റെ രക്ഷകൻ? കൈയെടുക്കണോ ചെറ്റേ? എന്താടാ പെണ്ണുങ്ങളെ വഴി തടഞ്ഞിരുത്തിയ ഒരു അഭ്യാസം? നീ ആരാടാ ഇവളുടെ? അതോ നീ വെച്ചോണ്ടിരിക്കുന്നു? ഇവള് എന്റെയാ. ഇവളുടെ നേർക്ക് ആരെങ്കിലും വിരൽ ചൂണ്ടിന്ന് അറിഞ്ഞാൽ ആ കൈ ഞാൻ വെട്ടും. ഇത് കാശിന്റെ വാക്കാ. ചെയ്യൂന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കും. നീ ആരോടാണോ സംസാരിക്കുന്നത്? മാറി നിൽക്കടാ അങ്ങോട്ട്. ചായൻ എന്ത് പണിയാ കാണിച്ചത്? നീയൊന്നടങ്ങ്. അവനെ ബുദ്ധി കൊണ്ടാ നേരിടേണ്ടത്. മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കണം. നീ ഇന്നലെ പരുന്തിഞ്ചോണുമായിട്ട് അടിപിടി ഉണ്ടാക്കിയല്ലേ? പിന്നെ ഞാൻ എന്തോ ചെയ്യാനാ? അവളുടെ കൈ കയറി പിടിച്ച പന്ന മോനെ വെറുതെ വിടണോ ഞാൻ? മോനെ, ഇങ്ങനെ പോയാൽ എങ്ങനെയാ ശരിയാവുക? എന്താ മാമ? നീ ഇത് നീട്ടിക്കൊണ്ട് പോകണ്ട മോനെ. ഞങ്ങൾക്കൊക്കെ പ്രായമായില്ലേ, അതുകൊണ്ട് അതിന് നീ അവളുടെ കഴുത്തിലൊരു താലി കെട്ടി നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം. അതേടാ, മാമ പറഞ്ഞത് അതിന്റെ ശരി. ഇനി നീ അവളുടെ രക്ഷകനായിട്ടല്ല, ഭർത്താവായിട്ട് വേണം നിൽക്കാൻ. അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മതിയായിരുന്നു. ഇനി എന്തിനാണ് താമസിപ്പിക്കുന്നത്? നാളെ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ. അതെ മാമ. എന്നാ ശരി മോനെ, ഞാൻ പോവുക. ആ ശരി മാമ, ശരി. എണീറ്റില്ലേ? ദേ എണീറ്റേ. അവിടെ വെക്ക്. ഇവിടെ വന്നിരിക്കും. ഏയ് വിട്, എണീക്കണില്ലേ? ആ എണീക്കാം. ഇപ്പൊ സമയം എന്താ വെച്ചിട്ടാ? അതൊന്നും സാരില്ല. പിന്നെ ആ പരുന്ത് ജോണിനേറ്റ് ഒന്നിനും പോകണ്ടട്ടോ. ഇല്ല, ഞാൻ ഇനി ഒന്നിനും പോണില്ല. പോരെ? മതി. ശരി, വേ എണീറ്റ് കുളിച്ചേ. മോളെ, സച്ചി വന്നിട്ടുണ്ടേ. ശരി മാമ. ചായ കുടിക്കേ, ഏട്ടൻ കുളിച്ചോണ്ട് ഇപ്പൊ വരൂ. അതെ, ഈ ബുദ്ധി എന്താ മാമന് ആദ്യം തോന്നാതിരുന്നത്? ഏത് ബുദ്ധി? നമ്മളെ ഒന്നിപ്പിക്കാനുള്ള ബുദ്ധി. കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ആ പിന്നെ കൂട്ടുകാരെ വന്നിട്ടുണ്ട്. അതിപ്പോഴാണോ പറയുന്നത്? ഏയ് ഇപ്പൊ എത്തിയുള്ളൂ. ചായ അടിച്ചോണ്ടിരിക്കുക. കഴിക്കുമോനെ? മതി മതി, ഞാൻ എടുത്തോളാം. ഇപ്പോഴാ മനസ്സിനൊരു സമാധാനം കിട്ടിയത്. അതെ, എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞു. മോനെ, മോനെ മമ്മ എവിടെ? അമ്മ അവിടെ ഉണ്ട്. ആണോ? ആനി, ആ ചായ ഭക്ഷണം എടുത്തു വെക്കട്ടെ. സണ്ണി എവിടെ? സണ്ണി, എന്തോ ചായ വിളിക്കണോ? എന്താ ചായ? നിനക്കിപ്പോ എങ്ങനുണ്ട്? കുഴപ്പമില്ല. വാ, ഭക്ഷണം കഴിക്കും.
ശരി ചായ. എവിടെ കഴിക്കാൻ വാ. ദേ വരുന്നു. നിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ചായ, നന്നായി പോകുന്നു. നമ്മളെ പയ്യന്മാരൊക്കെ അവിടെ ഉണ്ട് ചായ. പിന്നെ അങ്ങാടിയിലാണ് ബുദ്ധിമുട്ട്. ആ കാശി അവൻ കാരണം ഒന്നും പറ്റുന്നില്ല. നിർത്ത്, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്താടാ നിന്റെ മുഖം വല്ലായിരിക്കുന്നത്? അത് ചായ, ആ കാശിയുടെയും പാമ്പയുടെയും കല്യാണം കഴിഞ്ഞു. അവനെ ഞാൻ ജീവിക്കാൻ വിടില്ല. ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? നമ്മുടെ മോനെ ഓർത്തെങ്കിലും. നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, എന്നെ നന്നാക്കാനും നോക്കണ്ട. അവളുടെ ഒരു ഉപദേശം. എന്നാ ശരി, പോട്ടെ. ശരി. അല്ല, എന്തോ ഒന്ന് മറന്നായിരുന്നു. എന്ത്? എൻ്റെ കവിളത്ത് എന്തിൻ്റെ ഒരു കുറവുണ്ട്. ഒന്ന് പോകുന്നുണ്ടോ? അമ്മ ഉണ്ട് അവിടെ. ശരി, അമ്മയുണ്ട്, എനിക്കെന്താടി? നീ എൻ്റെ അല്ലേ? അമ്മ കേൾക്കും. ശരി, ഞാനിന്ന് വേഗം വരാം. എന്നിട്ട് നമുക്കൊന്ന് പുറത്തൊക്കെ പോവാം. നടന്ന തന്നെ. അതെ, ഞാനിപ്പോൾ നിന്റെ ഭർത്താവാണ്. ഭർത്താവിനെ വിശ്വസിക്കൂ കുട്ടി. ശരി, വിശ്വസിച്ചു. പോരെ? ആരിത്? നിന്നെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാ. എന്തു പറ്റി? നീ ഒരു പുതിയ ജീവിതമൊക്കെ തുടങ്ങിയെന്നറിഞ്ഞ് വന്നതാ. നിന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ. ഇരിക്കടാ, വിട്ടേക്ക്. എടാ, നീ ചെവിന്ന് വിളിക്കോ? അവളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാൻ നീ കരുതണ്ട. ജീവിക്കോ ഇല്ലോ നമുക്ക് കാണാം. കാണടാ. സമയം വരട്ടെ, പലിശ സഹിതം ഞാൻ തിരിച്ചു. ഒന്നും ബാക്കി വെച്ച ശീലം ഈ പരുന്ത് ചോണ്ടില്ല. ഹലോ, അങ്ങനെ അങ്ങ് പോയാലോ? ഈ കാശ് ഒന്ന് മനസ്സ് വെച്ചാൽ താനും തൻ്റെ ആൾക്കാരും എൻ്റെ കാൽച്ചോട്ടി വന്ന് കിടക്കും. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. കേട്ടോടാ. ഡാ, ഞാൻ കാത്തിരുന്ന ദിവസമായിന്ന്. എടാ, നീ എന്താ ഉദ്ദേശിച്ചേ? ആ ബാമ, അവക്കിന്ന് ഞാൻ പണി കൊടുക്കും. അവിടെയാണെ ഇപ്പൊ ആരുമില്ല. പിന്നെ തള്ള, അതെനിക്കൊരു പ്രശ്നമല്ല. പിന്നെ അവനാണെങ്കിൽ ആ ഷാപ്പില് അടിച്ചു കയറിയിരിക്കുന്ന കണ്ടായിരുന്നു. ഞാൻ വരുന്ന വഴി കണ്ടു. ഇത് തന്നെയാണ് അവസരം. എടാ, നീ സൂക്ഷിക്കണം കേട്ടോ. ഓ,
വന്നോ? എന്തൊക്കെയായിരുന്നു? ഞാൻ ഇന്ന് വേഗം വരും, ഭർത്താവാണ് പറയണത്. എനിക്ക് എപ്പോഴേ അറിയായിരുന്നു നേരത്തെ വരില്ല എന്ന്. ഇപ്പം എന്തേ ഒന്നും മിണ്ടായില്ലേ? എന്താടി നീ എന്നെ പറ്റി വിചാരിച്ചത്? എന്നെ നോവിച്ച് നീ സുഖമായിട്ട് ജീവിക്കാന്ന് വിചാരിച്ചോ? മോളെ കഥ തുറന്നാ മോളെ ഇതാരാ ഇങ്ങനെ ഒരു അവസരം വരുമെന്ന് നീ വിചാരിച്ചില്ലല്ലേ? നീ എന്താണ് കരുതിയത്? അവന്റെ കൂടെ സുഖിച്ച് ജീവിക്കാമെന്ന് കരുതിയോ? മോളെ കഥ തുറക്കും മോളെ ഇതാരാ കുറ്റിയിട്ടത്? മോളെ കഥ തുറക്കും മോളെ ഇതാരാ കുറ്റിയിട്ടത്? ഇവിടെ നിന്നെ രക്ഷിക്കാൻ ഒരു പട്ടിയും വരില്ല. അടുത്ത് വരരുത്. വെട്ടടി ധൈര്യം ഉണ്ടേ വെട്ടടി. മോളെ കഥ തുറക്കും മോളെ. അയ്യോ എന്റെ മോക്ക് എന്താ പറ്റിയത്? അയ്യോ അയ്യോ എന്റെ മോക്ക് എന്താ പറ്റിയ? കഥ ആരാ കുറ്റിയിട്ടത്? എന്തു പറ്റി അമ്മ? മോനെ മോനെ ദേവകി, എന്താ സംഭവിച്ചേ? എന്തു പറ്റി? എന്താ കാര്യം? ഏട്ടാ, ഈശ്വര, ഞാൻ എന്താ ഈ കാണുന്നത്? ഞാനില്ലേ കൂടെ? നീ എന്തിനാ പേടിക്കുന്നത്? ഇത് നീ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യും. പേടിക്കണ്ട. ദേവകി, എവിടെ ജോണാ? അവന് വളം വെച്ച് കൊടുക്കുന്ന ഒന്നിനും വിടില്ല. എടാ, നിന്റെ മറ്റവൻ ഇറങ്ങിയാൽ പറഞ്ഞേക്ക് ഞങ്ങളൊന്നും മറന്നിട്ടില്ലെന്ന്. കേട്ടോടാ? ഒരുപാട് സ്ഥലത്ത് അന്വേഷിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ? അത് നന്നാവും. മാമ, അമ്മേ, ബാമ എവിടെ? മോനെ ബാമ ഇതുവരെ വന്നില്ല മോനെ. പച്ച വെള്ളം പോലും കൊടുത്തേക്കരുത് ഇവൾക്ക്. അരിയടാ അവനെ ചെറുത്. കൊല്ലോ അവനെ.
പപ്പ